തലശ്ശേരി സ്വദേശിനിയുടെ 12 ലക്ഷത്തിലധികം രൂപ ഓൺലൈൻ തട്ടിപ്പിലൂടെ കൈക്കലാക്കിയ 3 പ്രതികളെ കണ്ണൂർ സൈബർ പോലീസ് പിടികൂടിയ വാർത്തയ്ക്ക് പിന്നാലെ ജില്ലയിൽ വൻ രീതിയിൽ ഓൺലൈൻ തട്ടിപ്പ് തുടരുന്നതായും വാർത്തകൾ വരുന്നു. കണ്ണൂർ ടൗൺ സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് 14 ലക്ഷത്തോളം രൂപയാണ്. സൈബർ പോലീസ് ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. വാട്സാപ്പ് വഴി ട്രേഡിംഗ് ചെയ്യുന്നതിനായി തട്ടിപ്പുകാരുടെ നിർദ്ദേശപ്രകാരം വിവിധ അക്കൗണ്ടുകളിലേക്ക് 13,82,100 രൂപ നിക്ഷേപിച്ച കണ്ണൂർ ടൗൺ സ്വദേശിക്കാണ് ചതി പറ്റിയത്. നിക്ഷേപിച്ച പണമോ വാഗ്ദാനം ചെയ്ത് ലാഭമോ കിട്ടാതെ വന്നപ്പോഴാണ് ചതി മനസ്സിലായത്. മയിൽ സ്വദേശിനിയിൽ നിന്നും ജോലി വാഗ്ദാനം ചെയ്ത് വാട്സാപ്പ് വഴി ബന്ധപ്പെട്ട് വിവിധ ചാർജുകൾ എന്ന് പറഞ്ഞ് 18,619 രൂപ തട്ടിയെടുത്തതാണ് മറ്റൊരു സംഭവം. ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി നിരന്തരം ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് അറിയിച്ചു. അജ്ഞാത അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന മെസ്സേജുകളോട് പ്രതികരിക്കരുത്. അത്തരം വീഡിയോ കോൾ എടുക്കരുത്. നവമാധ്യമങ്ങളിൽ കാണുന്ന പരസ്യങ്ങൾക്ക് പിന്നാലെ പോയി പണം നഷ്ടപ്പെടുത്തരുത് എന്നൊക്കെ സൈബർ പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിദേശത്തു നിന്നും പണം അയക്കുന്നവർ ഏജന്റ് മുഖേന പണം അയക്കാതെ ബാങ്കുകൾ വഴിയും മണി ട്രാൻസ്ഫർ വഴിയും പണം അയക്കണം. അല്ലാത്ത പക്ഷം ബന്ധപ്പെട്ടവരുടെ അക്കൗണ്ടുകളിലേക്ക് ഫ്രോഡ് പണം വരാനും അത് ഹോൾഡ് ലൈൻ ആകാനുമുള്ള സാധ്യത കൂടുതലാണെന്നും പോലീസ് പറയുന്നു. ഓൺലൈൻ ലോൺ നൽകാമെന്ന് പറഞ്ഞ് വിളിക്കുന്നവർക്ക് യാതൊരു കാരണവശാലും അങ്ങോട്ട് പണം അയച്ചു കൊടുക്കുകയോ അവർ നൽകുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യരുതെന്നും സൈബർ പോലീസ് അറിയിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.